ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ബ്രൈറ്റ് അക്കാദമിയിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അത്തരത്തിലൊരു ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ഉദാഹരണമായി ഞാൻ എന്നെ തന്നെ എടുത്തു കാണിക്കാം. കാരണം ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ മഹിമ പറയുകയില്ല. ഞാൻ അബുദാബിയിൽ ഇത്തിഹാദ് എയർവേസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു 8 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. ഒരു 3 വർഷം കഴിഞ്ഞു ഞാൻ നാട്ടിൽ വന്നു, കല്യാണം കഴിച്ചു. 1 മാസം നിന്നു. ആ ഒരു യാത്ര വിദേശത്തേക്ക് പോയതായിരുന്നു. വിദേശത്തേക്ക് പോയ സമയത്ത് പെട്ടെന്ന് നാട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഭാര്യ പറയുന്നത്, ഉപ്പ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്, ചെറിയ അസ്വസ്ഥതകളുണ്ട്, അതുകൊണ്ട് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പിടക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെന്ത് പരിഹാരം? ഗൾഫിലാണല്ലോ, 1 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട്. തിരിച്ച് നാട്ടിലേക്ക് പോരുമ്പോൾ പല പ്രയാസങ്ങളുണ്ടാവും. എന്ത് തന്നെ ആയാലും ഞാൻ നാട്ടിലേക്ക് വിളിച്ചു. ആ ഒരു പകുതി ആശ്വാസത്തിൽ ഞാൻ എൻ്റെ ബോസിന് ലീവ് ലെറ്റർ കൊടുക്കണം. സാർ, എനിക്ക് പോകണം. ഞാനന്ന് ആ സ്ഥാപനത്തിൻ്റെ മാനേജറായി ജോലി ചെയ്യാണ്. വളരെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ജോലി, ഒരു പൊസിഷൻ കിട്ടിയതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ കീഴിലായിരുന്നു ഫിലിപ്പീനി സ്റ്റാഫും അതുപോലെ മിസ്രി, പലസ്തീനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലീവ് ലെറ്റർ കൊടുത്ത സമയത്ത് എൻ്റെ ബോസ് എന്നോട് പറയും, വാട്ട് ആർ യു ഡൂയിങ് അലി, വാട്ട് ഈസ് യുവർ പൊസിഷൻ ഹിയർ എന്ന് ചോദിച്ച് 2 ഷൗട്ടിങ് ആണ് എന്നോട്. നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങളെ പൊസിഷൻ എന്താണ് ഇവിടെ? 1 മാസമായിട്ടുള്ളൂ നിങ്ങൾ വന്നിട്ട്, ഇപ്പം എങ്ങനെ നിങ്ങൾ ലീവിന് പോവാം? സാധിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ വാതിലടക്കപ്പെട്ടു. വളരെ നിരാശനായിട്ട് ഞാൻ വീണ്ടും റൂമിൽ വന്നു. ആലോചിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ അബുദാബിയിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ബാങ്കോക്കിലേക്ക് ഒരു ഓഫർ ടിക്കറ്റ് മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. അത് അടുത്ത ആഴ്ച അത് അവസാനമാണ്. അത് എടുത്തില്ലെങ്കിൽ ആ ഓഫർ, ആ ഹോട്ടലും ടിക്കറ്റ് അടക്കം കട്ടായി പോകുന്ന സാഹചര്യം. അപ്പോൾ ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ബോസിനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ടൂർ പാക്കേജ് ഉണ്ട്, ഫ്രീ ആണ്, അത് ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. പാസ്പോർട്ട് കിട്ടണമല്ലോ. ഞാൻ ബാങ്കോക്കിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ഞാൻ ബാങ്കോക്കിലേക്ക് പോയി. അവിടെ ഒരു ദിവസം നിന്ന് നാട്ടിലേക്ക് വന്നു. അവിടുന്ന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നു. എൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ ഉപ്പയമ്മയാണ്. ഉപ്പയൊന്ന് കാണാൻ, എന്തെങ്കിലും പ്രയാസം സഹിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം നിൽക്കാനുള്ളൊരു അവസരം കിട്ടൂല എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ നിന്നും ഞാൻ എൻ്റെ ബോസിനൊരു കത്തയക്കണം, ഇമെയിൽ അയക്കണം. ഞാൻ ഇനി വരുന്നില്ലേ സാർ? അതിന് മൂപ്പർ സ്വഭാവം മാറി. എൻ്റെ ബ്രദറുണ്ട് അവിടെ, അബ്ദുൽ റഷാദി എന്ന്, ഫൈസൽ സാറിനറിയാം. അദ്ദേഹത്തെ വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വിളിക്കുന്നു, ഉമ്മാനെ വിളിക്കുന്നു. ആകെ വിളിയും. നല്ലൊരു ജോലി ഒഴിവാക്കുന്ന എന്തിനാണ് ഈ സമയത്ത്? ഒഴിവാക്കരുത്. ഞാൻ പറഞ്ഞു, എൻ്റെ ലക്ഷ്യമൊന്നായിരുന്നു, പക്ഷെ അത് ആരോടും പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ഉപ്പാനെ നോക്കാൻ വേണ്ടി ഒരാൾ ക്യാൻസൽ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ അതിന്ന് ആരും ചെയ്യില്ല. അപ്പോൾ മൂത്തച്ചികളും മറ്റുള്ളവരൊക്കെ സംസാരമായി, അവൻ കല്യാണം കഴിഞ്ഞ് പോയതല്ലേ, 1 മാസമല്ലേ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ, അവന് പ്രശ്നം അതായിരിക്കുന്നു. ഒന്നിനും ചെവി കൊടുത്തില്ല. എൻ്റെ ലക്ഷ്യം അതായിരുന്നു. അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു. 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അള്ളാഹു എൻ്റെ ജീവിതത്തിൻ്റെ റൂട്ട് തിരിക്കുന്നത്. കച്ചവട മേഖലയിലേക്ക് എന്നെ റൂട്ട് തെറ്റിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, എൻ്റെ ലക്ഷ്യം ക്ലിയർ ആയതുകൊണ്ട്. അങ്ങനെ പുത്തനത്താണിയിൽ ഒരു വലിയ വ്യാപാര സ്ഥാപനം എൻ്റെ കയ്യിൽ വരാം. അൽഹംദുലില്ലാ, ഇന്ന് വളരെ സുന്ദരമായിട്ട് ആ വ്യാപാരം നടത്തിക്കൊണ്ടു പോകാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്കാർക്കും വെറുപ്പായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടേ. അപ്പം അത്തരത്തിലൊരു കുടുംബത്തോട് കൂടുമ്പോൾ ഇമ്പമുള്ളൊരു സംഭവമാണ് കുടുംബം. ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് നമ്മൾ കുടുംബവുമായി ചെയ്യേണ്ടത്. ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കി ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചു, സൗദി അറേബ്യയിലെ ഒരു കോടതിയിൽ ഒരു യുവാവ് പൊട്ടിക്കരയുന്ന ദൃശ്യം. അദ്ദേഹം അത് അന്വേഷിച്ചപ്പോൾ ആ കോടതിയിൽ ജ്യേഷ്ഠനും അനിയനും കൊടുത്തൊരു കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് പൊട്ടിക്കരയുന്നത്. അപ്പോൾ എന്താണ് കേസ്? ഉമ്മയെ നോക്കാനുള്ള അവകാശം ജ്യേഷ്ഠൻ നോക്കിയിരുന്ന അവകാശം അനിയനക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് പരാതി പോയിട്ടുള്ളത് കോടതിയിൽ.
അങ്ങനെ കോടതി വിധി പറയുന്നു. ആദ്യം ഉമ്മയോട് ചോദിക്കും. ആദ്യം വിധി പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ അനുസരിച്ചില്ല. ജ്യേഷ്ഠൻ്റെ കൂടെയായിരുന്നു ഉമ്മ ജീവിച്ചിരുന്നത്. അനിയനക്ക് കിട്ടണം ഉമ്മാനെ നോക്കാൻ. അതിന് വീണ്ടും ഉമ്മയെ കൊണ്ടുവരാണ്. 95 വയസ്സായ ഉമ്മയെ കൊണ്ടുവന്നിട്ട് ഉമ്മയോട് ചോദിക്കുകയാണ് ജഡ്ജി, അല്ല നിങ്ങൾക്ക് ആരെ കൂടെ പോകാനാണ് ആഗ്രഹം? ഉമ്മ പറയാണ്, എനിക്ക് രണ്ട് മക്കളും എൻ്റെ 2 കണ്ണ് പോലെയാണ്, ആരെ കൂടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ അവസാനം ജഡ്ജ് വിധി പ്രഖ്യാപിക്കുകയാണ്. ഇതുവരെ നോക്കിയ മകൻ്റെ കയ്യിൽ നിന്നും അനിയനായ സുഹൃത്തിന് ഉമ്മയെ കൈമാറണമെന്നത്. ആ അനിയൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ സംഭവം കണ്ടിട്ടാണ് ആ ജ്യേഷ്ഠൻ പൊട്ടിക്കരയുന്ന ദൃശ്യം നമ്മളൊക്കെ കണ്ടത്. ഏതായിരുന്നാലും ഇത്തരത്തിൽ കുടുംബത്തെ, നമ്മൾ മാതാപിതാക്കളെ, കുടുംബത്തെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിചരിക്കാൻ അള്ളാഹു നമ്മെ ലക്ഷ്യസ്ഥാനത്തേക്ക്, എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കും എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഏതായാലും ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയില്ല. എന്നെ കേട്ട എല്ലാവർക്കും ഒറ്റ വാക്കിൽ